ഒരൽപ്പം ഭയവും ഇനിയൊരൽപ്പം ആശയുമൊക്കെ വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക രംഗത്തും ആവശ്യമാണ്. ഭയപ്പെടാനുള്ള ഏറ്റവും വലുത് നരകവും ആശിക്കാനുള്ള ഏറ്റവും വലുത് സ്വർഗവും തന്നെയാണ്. സ്വർഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിഅമത്തുകളെയും നൽകുമെങ്കിൽ നരകാവകാശികൾക്ക് എല്ലാ നിഖമത്തുകളെയും നൽകും. നരകാവകാശി ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി 40,000 കൊല്ലമാണ് കരയുന്നത്. നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് 40,000 കൊല്ലം നിലവിളിക്കുമ്പോൾ ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കിയ ഒരു വെള്ളമാണ് അവർക്ക് യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിലായി ഹമീം എന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അത് കാരണം അവരുടെ വയറിലുള്ള മുഴുവൻ സാധനങ്ങളും ഉരുകി പുറത്തേക്കൊലിക്കുന്നതാണ്. ഒരു മഴ പെയ്തെങ്കിൽ എന്ന് നരകാവകാശി ആഗ്രഹിക്കുന്നത് 1000 വർഷമാണ്. 1000 കൊല്ലം കഴിയുമ്പോൾ ഒരു കറുകറുത്ത കാർമേഘം മുകളിലേക്ക് ഉയർന്നു വരും. ഇപ്പോൾ മഴ പെയ്യുമെന്ന് കരുതി നരകാവകാശികൾ ആഗ്രഹത്തോടുകൂടെ നോക്കുമ്പോൾ ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകൾ അതിൽ നിന്ന് വർഷിക്കുന്നതും ഒരു തേളിന്റെ ഒരു കുത്തുകൊണ്ടാൽ അതിന്റെ വേദന 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതുമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നരകത്തെയാണ്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഒരു മനുഷ്യൻ ആശിക്കേണ്ടത് സ്വർഗത്തെയാണ്. സ്വർഗം അല്ലാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ്. എന്തൊക്കെ സുഖങ്ങൾ ആവശ്യമുണ്ടോ ആ സുഖങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ നൽകുന്നു. മുമ്പ് കാലത്ത് ആഗ്രഹിച്ച് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നൽകുന്ന അവന്റെ നിഅമത്തിന്റെ ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വാപ്പാര് ഉമ്മാര് മക്കളെ മഹ്ശറയിൽ വെച്ച് തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. എന്നാൽ സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പായി മനുഷ്യരെ തിരിഞ്ഞു നോക്കുന്ന ഒരേ മനുഷ്യൻ മാത്രമേ ഉണ്ടാകൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരിക്കൽ ഒരു സഹാബി വര്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പുണ്യ നബിയെ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയെ, അതിന് ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും, അവിടെ നീ എന്നെ അന്വേഷിക്കണം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുത്തുണ്ടാകും. പുണ്യനബിയെ, അവിടെയും ഞാൻ നിങ്ങളെ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയെ, അതുകൊണ്ട് ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സഹാബ. അവസാനത്തെ മനുഷ്യനും സിറാത്ത് പാലം കടന്നു പോകുന്നത് വരെ അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ അവനെ രക്ഷപ്പെടുത്തണേ, അവനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സിറാത്ത് പാലം കടന്ന് നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. സ്വർഗത്തിൽ പാട്ടുണ്ടാകുമോ നബിയെ? അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്നൊരാൾ ചോദിച്ചപ്പോ പുണ്യനബി പറഞ്ഞു, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട്. കുറേ പാട്ടുകളെ വിശദീകരിച്ചു. എല്ലാവരും സ്വർഗത്തിലെത്തിയതിനു ശേഷം അല്ലാഹു തആല മലക്കുകളോട്
പ്രകാശത്തിന്റെ ഒരു മിമ്പർ കൊണ്ടുവരാൻ പറയുമെന്നാണ് ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കയറ്റി നിർത്തും. ശബ്ദം മുഅ്ജിസത്തായി നൽകിയ ആളാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ ഈണത്തിലോതുമ്പോ അത് കേട്ട് സ്വർഗമാകെ ഇളകി മറിയുന്നതാണെന്ന് ഷഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് പുണ്യനബി. സ്വർഗത്തിന് 100 ദറജകളാണുള്ളത്. അതിലേറ്റവും ഉന്നതമായ ദറജ പുണ്യനബി ഇരിക്കുന്ന ദറജയാണ് ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം തരണേ എന്ന് ചോദിക്കരുത് എന്നാ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്നാ. അള്ളാഹു ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞങ്ങളുടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട തഴവയുടെ 2 വരി പാട്ടോടുകൂടിയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് ദാഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനേ. സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ.